ഇപ്പം ലിൻഡിലെ ഭീമോ എല്ലാം ഫ്രീ ആയിട്ട് നിൽക്കില്ലേ. ഇത് വേറെ ഉണ്ട് പ്രശ്നം. അടയ്ക്കാത്തുള്ളവരിടത്തും ഇതേ പ്രശ്നം ഉണ്ട്. എവിടെ അടയ്ക്കാത്തോടെ ഇതേ പ്രശ്നം തന്നെ ഇതേ സമയത്ത് തന്നെ ഇതാ അതാരും സപ്ലൈ ചെയ്താ അടയ്ക്കാത്തോട് ടൗണിൻ്റെ അടുത്ത് തന്നെ അവർ തന്നെ ബേബിച്ചേട്ടനാണ് ചെയ്തത്. അത് മറ്റേ രായൻകുട്ടിയുടെ അവർ പക്ഷെ അത്ര മൈൻഡ് ആക്കിയിട്ടില്ല. ഞാനിത് മൈൻഡ് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ സ്ലാവ് ഒടിഞ്ഞു പോയി ലിൻഡിൽ ചെറിയ സ്ട്രോങ് കുറവെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ കിടന്ന് ഞാൻ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ വേണം എൻ്റെ സ്ലാവ് ഒടിഞ്ഞു പോയി എന്ന് പറഞ്ഞു. എന്നാലും ഞാനത്ര മൈൻഡ് ചെയ്തില്ല. കാരണം പിന്നെ ഈ കോൺക്രീറ്റിൻ്റെ ബലമൊന്നും നമ്മൾ പരീക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ബലമായോ ഇല്ലയോ എന്നുള്ള മതി നോക്കണ്ട. 10-22 വർഷമായിട്ട് നമ്മൾ ഈ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കടത്തിൽ നിന്ന് കഴിഞ്ഞപ്പോൾ അന്നേരം അടയ്ക്കാത്തോട്ടൊരു പാർട്ടി അവിടെ വന്നിട്ട് സ്ലാവ് ഒടിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ കടയിൽ വന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടെന്ന്. അന്നേരം ഇവനും പറയുക നമ്മളിങ്ങനെ കേൾക്കണേ നമ്മുടെ സ്ലാവ് ഒടിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ. അന്നേരം ജോസേൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞു. അന്നേരം ആളെ ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് നോക്കുന്നു. ഇവിടെ നോക്കുമ്പം ഈ ലിൻഡിൽ തട്ടി നോക്കുമ്പോൾ ഒന്ന് എല്ലാം അടന്നു പോയിക്കൊണ്ടിരിക്കുക. അവിടെ ഇങ്ങനെ കംപ്ലയിൻ്റ് ആണെന്ന് തോന്നിയതുകൊണ്ടാണ് കംപ്ലയിൻറ്റ് പറഞ്ഞെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നിട്ട് ഈ ഒന്ന് പ്രൂഫ് ചെയ്ത് നോക്കിയത്. അന്നേരമാണ് ഇവിടുത്തെ എല്ലാം പ്രശ്നം തോന്നിയത്. ഇല്ലെങ്കിൽ ഫസ്റ്റത്തെ സ്ലാബ് തന്നെ ചെയ്തപ്പോൾ തന്നെ നമ്മൾ പണി നിർത്തി വെക്കുമായിരുന്നല്ലോ. കാരണം നമുക്ക് അങ്ങനെ ഒരു സംശയം വരുന്നില്ല. കാരണം ഇഷ്ടംപോലെ തട്ട് പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇല്ല അതിൻ്റെ തട്ട് പൊളിച്ചപ്പോഴാണ് അത് ഒടിഞ്ഞു പോയത്.